Okay, my dear students, next we will discuss vertical presentation on final accounts. ഫൈനൽ അക്കൗണ്ട്സിന്റെ വെർട്ടിക്കൽ presentation എങ്ങനെയാണ് നമ്മളിപ്പോ ഇതുവരെ നമ്മൾ ഹൊറിസോണ്ടൽ presentation ആണ് പഠിച്ചത്. നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ +1 +2 ഒക്കെ പഠിച്ചിട്ടുള്ള മെത്തേഡാണ് നമ്മൾ പഠിച്ചത് അല്ലെ, വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ presentation. നെക്സ്റ്റ് വെർട്ടിക്കൽ presentation ആണ്. ഇപ്പൊ കൂടുതലായിട്ട് IFRS ഒക്കെ വന്ന സ്ഥിതിക്ക് വന്നിട്ടുള്ള presentation എന്ന് പറയുന്നത് വെർട്ടിക്കൽ presentation ആണ്. സെയിം തന്നെയാണ്, ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് നേരത്തെ നമ്മൾ ചെയ്ത മോഡലിൽ പ്രോബ്ലം ചെയ്യാൻ നന്നായി പഠിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ പ്രസന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല, വളരെ ഈസി തന്നെയാണ്. സോ വെർട്ടിക്കൽ പ്രസന്റേഷന്റെ ഫോർമാറ്റ് നോക്കാം. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മൾ ഫസ്റ്റ് ട്രേഡിംഗ് അക്കൗണ്ട് പറഞ്ഞിട്ടുള്ള ആ ഒരു രീതിയിലാണ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ സെയിൽസ് എഴുതും. ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ഫസ്റ്റ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചതാണ്. സോ അതാണ് ഇവിടെ ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് നോക്കാം, ആദ്യം ഹെഡിങ് എങ്ങനെ നോക്കാം. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് എക്സ് ആൻഡ് വൈ ലിമിറ്റഡ് ഫോർ ദ ഇയർ എൻഡഡ് 31st March 2015. അങ്ങനെ ഒരു വർഷം തന്നിട്ടുണ്ടാവും, ഡേറ്റ് തന്നിട്ടുണ്ടാവും. 2 എമൗണ്ട് കോളം, ഒരു പർട്ടിക്കുലർ കോളം നമുക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, ഫസ്റ്റ് ഐറ്റം എന്താണ്? സെയിൽ. ഓക്കെ, സെയിൽസ് നമ്മൾ എവിടെ എഴുതണം? സെയിൽസ് ലെസ് സെയിൽസ് റിട്ടേൺ ആണ് കേട്ടോ. സെയിൽസ് മാത്രമല്ല, അതിൽ റിട്ടേൺ ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് അവിടെ ഔട്ടർ കോളത്തിൽ എഴുതേണ്ടത്. പിന്നെന്താണ്? ലെസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലെ, നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കണം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് ഇവിടെ മൈനസ് ചെയ്യേണ്ടത്. എങ്ങനെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാം? അതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മുൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ട്രേഡിംഗ് അക്കൗണ്ട് പറയുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ ഇന്നർ കോളത്തിൽ എഴുതിയാൽ മതി. ഓപ്പണിംഗ് സ്റ്റോക്ക്, ആഡ് പർച്ചേസസ്. പർച്ചേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് പർച്ചേസ് ആണ്. പർച്ചേസ് ലെസ് പർച്ചേസ് റിട്ടേൺ, അതാണ് പർച്ചേസ്, നെറ്റ് പർച്ചേസ്. ദെൻ ഓൾ ഡയറക്റ്റ് എക്സ്പെൻസ്. നമുക്കറിയാം ഡയറക്റ്റ് എക്സ്പെൻസ് എന്താണെന്നൊക്കെ നമ്മൾ ഓൾറെഡി കുറേ തവണ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പ്രൊഡക്ഷന് വേണ്ടി വരുന്ന എക്സ്പെൻസുകൾ അതെല്ലാം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതില്ലേ, അതേ ഐറ്റംസ് തന്നെയാണ്. സോ അതൊക്കെ നമ്മൾ ആഡ് ചെയ്യാം. ഇനി കിട്ടുന്ന എമൗണ്ട് നമ്മൾ ഇന്നർ കോളത്തിൽ എഴുതണം. ദെൻ ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക്, അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്യാം. ബാക്കി എമൗണ്ട് നമ്മൾ എവിടെ എഴുതും? ഔട്ടർ കോളത്തിൽ എഴുതും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് സെയിൽസ് നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പൊ നമ്മൾ ഈ മൈനസ് ചെയ്താൽ, ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്താൽ കിട്ടുന്ന എമൗണ്ട് എന്താണ്? പ്രോബ്ലത്തിൽ വരുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവും. നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് ലഭിക്കും. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. എങ്ങനെ കണ്ടുപിടിച്ചു? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ്. ദെൻ അതിൽ നിന്ന് ആഡ് ചെയ്ത എമൗണ്ട് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം അല്ലെ. സെയിൽസിൽ നിന്ന് നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ലെസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഇതാണ് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിനെ വെർട്ടിക്കൽ ഫോമിലേക്ക് മാറ്റുമ്പോൾ മെത്തേഡ് എന്ന് പറയുന്നത്. സെയിൽസ് എഴുതി ഔട്ടർ കോളത്തിൽ, അതിന് നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ലെസ് ചെയ്യണം. അപ്പൊ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാൻ ഇന്നർ കോളത്തിൽ ഓപ്പണിംഗ് സ്റ്റോക്ക്, ആഡ് പർച്ചേസസ്, ആഡ് ഡയറക്റ്റ് എക്സ്പെൻസ്, ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. അത് മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ്. ഓക്കെ, ഗ്രോസ് പ്രോഫിറ്റിന്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? അതർ ഇൻകംസ് അല്ലെ, നമുക്ക് വേറെ ഇൻകംസ് ഉണ്ടായിരിക്കും. അത് നമ്മൾ, അതായത് നമ്മുടെ ഇൻഡയറക്റ്റ് ഇൻകംസ് നമ്മൾ ആഡ് ചെയ്യാം. നമ്മൾ സാധാരണ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എത്തി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡ് എന്താ ഉണ്ടാവുക? ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ടാവും. അതിന്റെ കൂടെ ഓൾ അതർ ഇൻകംസ്, ഇൻഡയറക്റ്റ് ഇൻകംസ് ഒക്കെ ആഡ് ചെയ്യും. പിന്നെ എന്തൊക്കെയാണ്? ലെസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്, സാലറീസ്, റെന്റ്, സൺട്രി എക്സ്പെൻസ്, ഇൻഷുറൻസ്. അങ്ങനെ നമുക്ക് വരുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെല്ലാം, അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ്, സെല്ലിംഗ് എക്സ്പെൻസ്, ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യാം. ബാലൻസ് കിട്ടുന്നതാണ് നെറ്റ് പ്രോഫിറ്റ്. അപ്പൊ നമുക്ക് മെത്തേഡ് ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഒന്നുകൂടി പറഞ്ഞുതരാം. ഗ്രോസ് പ്രോഫിറ്റ് വരാൻ മനസ്സിലായല്ലോ. ഗ്രോസ് പ്രോഫിറ്റിന്റെ കൂടെ ഇൻഡയറക്റ്റ് ഇൻകംസ്, അതായത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സാധാരണ ക്രെഡിറ്റ് ചെയ്യാറുള്ള ഇൻകംസ് ഇല്ലേ, അത് നമ്മൾ എഴുതുന്നു. ദെൻ അതിന് എന്ത് ചെയ്യണം? ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ കുറയ്ക്കുക. അതായത് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്ന ബാഡ് ഡെപ്റ്റ്, ഇൻഷുറൻസ്, ഡിസ്കൗണ്ട് അലൗഡ്, ഇങ്ങനെ പറയുന്ന ഐറ്റംസ് എല്ലാം, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, അഡ്വർടൈസ്മെന്റ്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യാം? ലെസ് ചെയ്യാം. എല്ലാം ഇന്നർ കോളത്തിൽ എഴുതിയിട്ട് ആഡ് ചെയ്തിട്ട് ലെസ് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് നെറ്റ് പ്രോഫിറ്റ്. ഇനി ബാലൻസ് ഷീറ്റ് നമ്മൾ സാധാരണ
ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഫസ്റ്റ് നമ്മൾ ഫിക്സഡ് അസറ്റ് നമുക്ക് ഏത് രീതിയിൽ എഴുതാം ഞാൻ പറഞ്ഞല്ലോ. അല്ല നമുക്ക് ഇവിടെ ഈ ഒരു മെത്തേഡിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതായത് ഈ വെർട്ടിക്കൽ പ്രസന്റേഷൻ ആവുമ്പോൾ ഫിക്സഡ് അസറ്റ് എഴുതാം. അപ്പോൾ നമുക്ക് എക്സാമിന് വെർട്ടിക്കൽ പ്രസന്റേഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ പഴയ മെത്തേഡിൽ നിന്ന് പ്രോബ്ലം ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഫിക്സഡ് അസറ്റ് ആണ് ഫസ്റ്റ് വരിക. ഫിക്സഡ് അസറ്റ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ്, വെഹിക്കിൾസ്. ഇത് നമ്മൾ എല്ലാം ആഡ് ചെയ്തിട്ട് 2 എമൗണ്ട് കോളം ഉണ്ടാവും. ഏറ്റവും ലാസ്റ്റ് എമൗണ്ട് കോളത്തിൽ ഫിക്സഡ് അസറ്റ് എഴുതാം. പിന്നെ അതുപോലെ അടുത്തത് എന്താണ്? കറണ്ട് അസറ്റ് ആണ്. കറണ്ട് അസറ്റിൽ ഏതൊക്കെ വരും? സ്റ്റോക്ക് ഇൻ ഹാൻഡ്, ദാറ്റ് ഈസ് ക്ലോസിംഗ് സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് ഇൻ ഹാൻഡ്, ഇങ്ങനെ വരുന്ന ഐറ്റംസ് എല്ലാം, കറണ്ട് അസറ്റിൽ വരുന്ന ഐറ്റംസ് എല്ലാം ആഡ് ചെയ്യുക. ഇനി ശ്രദ്ധിക്കാനുള്ളത്, നമുക്ക് നേരെ ഇങ്ങനെ എമൗണ്ട് എഴുതിയെടുക്കാൻ പറ്റില്ല. ഇവിടെ എന്താ വേണ്ടതെന്നാ പറയുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. കറണ്ട് അസറ്റിന് കറണ്ട് ലയബിലിറ്റി കുറയ്ക്കുക. കറണ്ട് അസറ്റുകളെല്ലാം ആഡ് ചെയ്യുക, ദെൻ അതിന്ന് കറണ്ട് ലയബിലിറ്റീസ് ഒക്കെ കുറയ്ക്കുക. കറണ്ട് ലയബിലിറ്റീസ് ഏതൊക്കെയാണ്? ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ഇതൊക്കെയാണ് ഏത് വരുന്നത്? കറണ്ട് ലയബിലിറ്റീസ്. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ് എന്ത്? വർക്കിംഗ് ക്യാപിറ്റൽ. മനസ്സിലായോ? അപ്പൊ ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, അല്ലെ, ഇത്രയും ഐറ്റംസ് വരുന്നുണ്ട്. ദെൻ അതിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ദെൻ നമ്മൾ ആ ലയബിലിറ്റീസ് മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ് എന്ത്? വർക്കിംഗ് ക്യാപിറ്റൽ വരുന്നത്. അപ്പൊ കറണ്ട് അസറ്റ് ഒന്നുമില്ല, നമ്മൾ ആദ്യം ഫിക്സഡ് അസറ്റ് നമ്മൾ ശ്രദ്ധിക്കുക, 2 എമൗണ്ട് കോളാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് കോളത്തിൽ ഏതാണ് ഇപ്പൊ നമ്മൾ എഴുതിയിട്ടുള്ളൂ? ഫിക്സഡ് അസറ്റ് ടോട്ടൽ ചെയ്തിട്ട് ആ എമൗണ്ട് മാത്രമാണ് നമ്മൾ എഴുതിയിട്ടുള്ളൂ. ആൻഡ് കറണ്ട് അസറ്റ് അതിന് താഴെ എഴുതുക. കറണ്ട് അസറ്റ് എഴുതുക, ആഡ് ചെയ്യുക. എന്നിട്ട് ഇന്നർ കോളത്തിൽ തന്നെ നമ്മൾ ഇങ്ങോട്ട് പോണ്ട, കറണ്ട് അസറ്റ് ആഡ് ചെയ്തിട്ട് അതിന് കറണ്ട് ലയബിലിറ്റീസ് കുറയ്ക്കണം. അപ്പൊ ഇവിടെ 3 എമൗണ്ട് കോളം വരും കേട്ടോ. 3 എമൗണ്ട് കോളം, ഒരു ഇന്നർ കോളം കൂടി വന്നിട്ടുണ്ട്. സോ അത് എന്തിനു വേണ്ടിയിട്ടാണ്? കറണ്ട് ലയബിലിറ്റീസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കറണ്ട് ലയബിലിറ്റീസ് ഏതൊക്കെ വന്നിട്ടുണ്ട്? ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, അങ്ങനെ വേറെ എന്തെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം എഴുതാം. എന്നിട്ട് അത് എന്ത് ചെയ്യണം? കറണ്ട് അസറ്റിൽ നിന്ന് മൈനസ് ചെയ്യണം. അപ്പൊ നമുക്ക് കിട്ടുന്ന വർക്കിംഗ് ക്യാപിറ്റൽ, ഈ വർക്കിംഗ് ക്യാപിറ്റൽ എഴുതാം. ഈ വർക്കിംഗ് ക്യാപിറ്റലും അതേപോലെ തന്നെ ഫിക്സ്ഡ് അസറ്റും കൂടി ആഡ് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ ഇവിടെ അസറ്റ് സൈഡ് വരുന്നത്, അല്ലെങ്കിൽ ഒരു സൈഡ് ടോട്ടൽ വരുന്നത് ഏതാണ്? ഫിക്സ്ഡ് അസറ്റും വർക്കിംഗ് ക്യാപിറ്റലും കൂടിയാണ് ടോട്ടൽ ചെയ്യുന്നത്. അത് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് ഫിനാൻസ്ഡ് ബൈ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലയബിലിറ്റി സൈഡ് എഴുതുന്ന ബാക്കി ഐറ്റംസ്, ലോങ് ടേം ലോൺസും ലോങ് ടേം ലയബിലിറ്റീസ് ഒക്കെ. അപ്പൊ ആദ്യം ക്യാപിറ്റൽ എഴുതുക, ഓപ്പണിംഗ് ക്യാപിറ്റൽ, ആഡ് നെറ്റ് പ്രോഫിറ്റ് ലെസ് ഡ്രോയിങ്. അപ്പൊ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യുക, ഡ്രോയിങ്സ് ആണെങ്കിൽ ഡ്രോയിങ്സ് മൈനസ് ചെയ്യുക, ബാലൻസ് എമൗണ്ട് നമ്മൾ എഴുതുക. പിന്നെ ലോൺസ് ഉണ്ടെങ്കിൽ, ലോങ് ടേം ലോൺസ് ഉണ്ടെങ്കിൽ അതും എഴുതുക, എന്നിട്ട് ആഡ് ചെയ്യുക. അപ്പൊ ഇത്രയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ സൈഡിൽ ടോട്ടൽ കിട്ടും, ലയബിലിറ്റി സൈഡിൽ ടോട്ടൽ കിട്ടും. അപ്പൊ ഫിക്സഡ് ലോങ് ടേം ലയബിലിറ്റീസും ഇതേപോലെ തന്നെ, അതായത് നമ്മുടെ ബാലൻസ് ഷീറ്റിന്റെ 2 സൈഡായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഇവിടെ വരുന്നത് ഫിക്സഡ് അസറ്റും വർക്കിംഗ് ക്യാപിറ്റലും കൂടി ടോട്ടൽ ചെയ്യാം. മനസ്സിലായോ? ഫിക്സഡ് അസറ്റും വർക്കിംഗ് ക്യാപിറ്റലും കൂടി ടോട്ടൽ ചെയ്യുക. പിന്നെന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെ കണ്ടുപിടിക്കുക? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. ഒരു 3 എമൗണ്ട് കോളം കൊടുത്താൽ മതി, അപ്പൊ കുറച്ചുകൂടി നീറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഈ മൂന്നാമത്തെ എമൗണ്ട് കോളം, നമ്മുടെ പർട്ടിക്കുലേഴ്സ് കോളം കുറച്ചുകൂടി ലെങ്തി ആയിട്ട് ചെയ്യണം, അപ്പൊ നമുക്കത് എഴുതാനുള്ള സ്പേസ് കിട്ടുള്ളൂ. അപ്പൊ ഫിക്സഡ് അസറ്റും വർക്കിംഗ് ക്യാപിറ്റലും കൂടി ടോട്ടൽ ചെയ്താൽ കിട്ടുന്ന എമൗണ്ടും നമ്മുടെ ലോങ് ടേം ലയബിലിറ്റീസും ഈക്വൽ ആവണം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ ടാലി ആവും. അതായത് ക്യാപിറ്റലും ലോങ് ടേം ലോൺസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അതേപോലെ ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ അതെല്ലാം, ലോങ് ടേം ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ടും, അതേപോലെ തന്നെ നമ്മുടെ ഫിക്സഡ് അസറ്റും വർക്കിംഗ് ക്യാപിറ്റലും കൂടി ആഡ് ചെയ്ത് കിട്ടുന്ന എമൗണ്ടും സെയിം ആയിരിക്കണം. ഇതാണ് ഫോർമാറ്റ്. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രോബ്ലം ഒന്നുകൂടി ചെയ്യാം. നമ്മുടെ ഇലിസ്ട്രേഷൻ 6 ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. 6 നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലം ആണ്, കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലം ആണ്. നമ്മുടെ സാധാരണ ഒരു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റിന്റെ ഒരു പ്രോബ്ലം. ഓക്കെ, ഇതിൽ പറയുന്ന ഐറ്റംസ് തന്നെ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. സെയിം പ്രോബ്ലം തന്നെ നമുക്ക് ഈ പറഞ്ഞ നമ്മൾ ചെയ്തിട്ടുള്ള ഇതേ പ്രോബ്ലം, ഈ ആൻസർ ഇത് നമുക്ക് ഈ പറയുന്ന വെർട്ടിക്കൽ ഫോർമാറ്റിൽ എങ്ങനെ വരും എന്ന് നോക്കാം. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചെയ്താൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും.
അപ്പോൾ സംഭവം സെയിം തന്നെയാണ്, പക്ഷെ വരയ്ക്കുന്ന രീതിയിൽ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ഹെഡിങ് കൊടുക്കാം, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് ഗ്രൂപ്പ് ആൻഡ് സൺസ്. 2 എമൗണ്ട് കോളം കൊടുക്കുക. അപ്പൊ സെയിൽസ് ആണ് ഫസ്റ്റ് എഴുതുക. സെയിൽസ് എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? സെയിൽസ് ലെസ് സെയിൽസ് റിട്ടേൺ ആണ് അല്ലെ. 10 lakh 25,000 മൈനസ് ചെയ്തു. ആ എമൗണ്ട് നമ്മൾ ഏറ്റവും എമൗണ്ട് കോളം ഔട്ടർ കോളത്തിൽ എഴുതി. പിന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് പർച്ചേസ് ലെസ് റിട്ടേൺ, ദാറ്റ് ഈസ് ആഡ് നെറ്റ് പർച്ചേസ്. അപ്പൊ എങ്ങനെ നെറ്റ് പർച്ചേസ് കണ്ടുപിടിക്കാം? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇന്നർ കോളത്തിലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ടാവും 60,000. അതിന്റെ കൂടെ പർച്ചേസ് റിട്ടേൺ കുറയ്ക്കണം. അതായത് നെറ്റ് പർച്ചേസ് ആണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. നെറ്റ് പർച്ചേസ് മീൻസ് പർച്ചേസ് മൈനസ് പർച്ചേസ് റിട്ടേൺ. അപ്പൊ 5 lakh പർച്ചേസിന് 15,000 പർച്ചേസ് റിട്ടേൺ കുറച്ചാൽ കിട്ടുന്ന നെറ്റ് പർച്ചേസ് ആണ് ഇവിടെ എഴുതേണ്ടത്. പിന്നെ നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസുകളെല്ലാം ആഡ് ചെയ്യണം. വേജസ്, കാരേജ് ഇൻവേർട്ട്, കാർട്ടേജ്, ഈ പറയുന്ന എക്സ്പെൻസുകളെല്ലാം ആഡ് ചെയ്യുക. ദെൻ കിട്ടുന്നത് നമുക്ക് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്ലോസിംഗ് സ്റ്റോക്ക്, അതായത് ഇവിടെ ഇൻവെന്ററി എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്, ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ഈ 5,10,000 എന്താണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. അപ്പൊ ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഏതെന്ന് മൈനസ് ചെയ്തു? 9,75,000 കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ്. ഇതൊരു വരവട ഇടേണ്ടതാണ് കേട്ടോ, വിട്ടുപോയതാണ് അവര്. അപ്പൊ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 5,10,000 എന്തായിരുന്നു? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് അല്ലെ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് ഏതെന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്യണം? സെയിൽസ് എന്ന്. സെയിൽസ് എവിടെയാ? സെയിൽസ് സെയിൽസ് 9,75,000 ആണ്. ഈ 9,75,000 എന്ത് മൈനസ് ചെയ്യണം? നമ്മുടെ 9,75,000 കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്തു. 5,10,000 മൈനസ് ചെയ്താൽ കിട്ടുന്ന എമൗണ്ട് ആണ് 4,65,000. അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. ഇനി നമ്മൾ നോക്കേണ്ടത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വന്നിട്ടുള്ള ഗ്രോസ് പ്രോഫിറ്റ് 4,65,000. ഇനി നമുക്ക് നോക്കി നോക്കാം. നമുക്ക് ആ സോൾവ്ഡ് പ്രോബ്ലം നോക്കിയാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവും. ഇവിടെ തൊട്ട് മുന്നുള്ള പ്രോബ്ലത്തില് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കി നോക്കൂ. 4,65,000 എന്ത് കിട്ടി? ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് കിട്ടി. 2 മെത്തേഡ് ചെയ്താലും 4,65,000 കിട്ടി. ഇനി നമ്മുടെ ക്രെഡിറ്റ് സൈഡ് ഒരൊറ്റ ഐറ്റേ ഉള്ളൂ, എന്താ? ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്. അതന്നെയാണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. അപ്പൊ അങ്ങനെ ഇൻഡയറക്റ്റ് ഇൻകംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇവിടെ എഴുതും. ഓക്കെ, അപ്പൊ നമ്മള് ഗ്രോസ് പ്രോഫിറ്റിന്റെ കൂടെ 4,65,000 കിട്ടി. അപ്പൊ സെയിം ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് കമ്പാരിസൺ എളുപ്പമാണ്. 4,65,000 ആഡ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആഡ് ചെയ്തു. 4,70,000 കിട്ടി. ഇനി ഇതൊന്ന് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്ത ഐറ്റംസ് ഒക്കെ അല്ലേ, അതെല്ലാം ഇങ്ങോട്ട് നിരത്തി എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യാം? ലെസ് ചെയ്യാം. ഇന്നർ കോളത്തിൽ എഴുതി ടോട്ടൽ ചെയ്ത് ഔട്ടർ കോളത്തിൽ എത്തി ലെസ് ചെയ്യുക. എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. കാർട്ടേജ് അല്ല ഇവിടെ വരുന്നത്, അത് മിസ്റ്റേക്ക് വന്നതാണ്. കാരേജ് ഔട്ട്വേർഡ് ആണ് കേട്ടോ. ഇത് കാർട്ടേജ് അല്ല, സോറി, ഇത് കാരേജ് ഔട്ട്വേർഡ് ആണ് കേട്ടോ. കാരേജ് ഇൻവേർഡും കാരേജ് ഔട്ട്വേർഡും ഇല്ലേ, അതിൽ കാരേജ് ഔട്ട്വേർഡ് ആണ് ഇത്. കാർട്ടേജ് അല്ല. 5,000, സാലറീസ് 40,000, ജനറൽ എക്സ്പെൻസ് 20,000, റെന്റ് ആൻഡ് റേറ്റ്സ് 10,000, ഡിസ്കൗണ്ട് 4,500, ബാഡ് ഡെപ്റ്റ് 5,000, ബാഡ് ഡെപ്റ്റ് കിട്ടാക്കണം, ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡ്രാഫ്റ്റ്, ഓവർ ഡ്രാഫ്റ്റ്, ഡിപ്രീസിയേഷൻ, ഇതൊക്കെ നമ്മുടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇതെല്ലാം ആഡ് ചെയ്യുക. എന്നിട്ട് 1,35,000 കിട്ടും. ആ ആഡ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് എന്തെന്ന് മൈനസ് ചെയ്തു? നമുക്ക് നേരത്തെ ഗ്രോസ് പ്രോഫിറ്റും ഇൻഡയറക്റ്റ് ഇൻകംസും കൂടി ആഡ് ചെയ്തത് മൈനസ് ചെയ്തു. അപ്പൊ കിട്ടുന്ന 3,35,000 ആണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ്. നോക്കാം, 3,35,000 നമുക്ക് കിട്ടിയിട്ടില്ലേ? നോക്കൂ, കണ്ടോ? 3,35,000 കിട്ടി. ഇതേപോലെ നമ്മൾ ആ ഡയറക്റ്റ് എക്സ്പെൻസുകളെല്ലാം ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെല്ലാം കൂടെ ആഡ് ചെയ്തു. 3,35,000 കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് 3,35,000 കിട്ടി. ഈ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് എവിടെ എഴുതണം? ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്യാണ് ചെയ്യുക അല്ലെ, ഈ 3,35,000. ഓക്കെ, നമുക്ക് ഇനി ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാം. ബാലൻസ് ഷീറ്റ് ഓഫ് ഗുപ്ത ആൻഡ് സൺ 31st December 2018. ആദ്യം നമുക്ക് നേരെ തിരിച്ച് നമുക്ക് ഫിക്സഡ് അസറ്റിന്റെ ഒരു ലാസ്റ്റ് നമ്മൾ ഈ ഫിക്ടീഷ്യസ് അസറ്റ് ഒക്കെയാണ് ആദ്യം അവസാനം എഴുതാറ്. അപ്പൊ അതൊക്കെയാണ് ഇവിടെ ആദ്യം. നമുക്ക് ഫിക്സഡ് അസറ്റ് എഴുതാം. ഗുഡ് വില് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്, ഫിക്സഡ് അസറ്റ് ആണ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, ഇൻവെസ്റ്റ്മെന്റ്സ്, ഇതെല്ലാം ഫിക്സഡ് അസറ്റിലാണ്. അത് ആഡ് ചെയ്യാം.
ഈ ഫിക്സഡ് അസറ്റ് മാത്രം നമ്മൾ ആഡ് ചെയ്തിട്ട് ഔട്ടർ കോളത്തിൽ എഴുതും. എല്ലാ അസറ്റ് സൈഡ് എന്ന് പറഞ്ഞിട്ട് എല്ലാം എടുക്കാൻ പറ്റില്ല. ഫിക്സഡ് അസറ്റ് മാത്രം എടുക്കുക, ടോട്ടൽ ചെയ്യുക, ഔട്ടർ കോളത്തിൽ എഴുതുക. ഇനി എന്താ ചെയ്യേണ്ടത്? കറണ്ട് അസറ്റ്. അപ്പൊ ഇതിലൊരു 3 കോളം വരുന്നത് നല്ലതായിരിക്കും, 3 എമൗണ്ട് കോളം ബാലൻസ് ഷീറ്റിന്. കറണ്ട് അസറ്റ് എഴുതിയിട്ട് ഇൻവെന്ററി, ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, ക്യാഷ് ഇൻ ഹാൻഡ്. കറണ്ട് അസറ്റ് ആഡ് ചെയ്യുക. അപ്പൊ 3,40,000 കറണ്ട് അസറ്റ് കിട്ടും. ഇനി അതിന്ന് കറണ്ട് ലയബിലിറ്റീസ് നമ്മൾ ലെസ് ചെയ്യണം. കറണ്ട് ലയബിലിറ്റീസ് പറഞ്ഞാൽ പെട്ടെന്ന് കൊടുക്കേണ്ട ലയബിലിറ്റീസ്, ക്രെഡിറ്റ്, ബിൽസ് പേയബിൾ, അക്സെപ്റ്റൻസ് മീൻസ് ബിൽസ് പേയബിൾ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. അപ്പൊ നമുക്ക് 1,05,000 കിട്ടും. ഈ 1,05,000 നമ്മൾ മൈനസ് ചെയ്യുക. എവിടെ നിന്ന്? കറണ്ട് അസറ്റ് നമ്മുടെ രണ്ടാമത്തെ ഇന്നർ കോളത്തിലുണ്ട്. 3,40,000 3,40,000 1,05,000 മൈനസ് ചെയ്താൽ 2,35,000 ആണ് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ. 2,35,000 ആണ് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ വരിക. ഈ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ ഔട്ടർ കോളത്തിലേക്കാണ് എഴുതുക കേട്ടോ. വര ശ്രദ്ധിച്ചാൽ കുഴപ്പമില്ല, ഒരു ഇതിന്റെ അലൈൻമെന്റ് ചെറിയ മാറ്റം വന്നതാണ്. 2,35,000 ആണ് വർക്കിംഗ് ക്യാപിറ്റൽ. കറണ്ട് അസറ്റിന്റെ കറണ്ട് ലയബിലിറ്റി കുറച്ചാൽ. അപ്പൊ ഈ വർക്കിംഗ് ക്യാപിറ്റലിന്റെ ടോട്ടൽ വരുന്നത് എന്താണ്? 2,35,000. അപ്പൊ 10,95,000 ആണ് വരിക. അപ്പൊ നമുക്ക് അസറ്റ് സൈഡ് എന്ന് പറയാൻ പറ്റില്ല. ഫിക്സഡ് അസറ്റും അതായത് 8,60,000 വർക്കിംഗ് ക്യാപിറ്റൽ 2,35,000 ആണ് ആഡ് ചെയ്യുക. അപ്പൊ 10,95,000 ആണ് കിട്ടുക. അപ്പൊ നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ വെറുതെ ഒന്ന് നോക്കി നോക്കാം. നമുക്ക് സെയിം അല്ല, അതായത് എമൗണ്ട് നോക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഈ അസറ്റ് സൈഡിൽ നമ്മുടെ ഐറ്റംസ് നമുക്ക് കറണ്ട് അസറ്റും ഫിക്സഡ് അസറ്റും അതിന് കറണ്ട് ലയബിലിറ്റീസ് മൈനസ് ചെയ്തു. അതുകൊണ്ടാണ് ഇതിൽ എമൗണ്ടിൽ വ്യത്യാസം വരുന്നത്. നമ്മൾ അതേപോലെ അല്ല ചെയ്യുന്നത്, അതുകൊണ്ടാണ്. പക്ഷെ നമുക്ക് ടാലി ആവണം, അത് മസ്റ്റ് ആണ്. അപ്പൊ നമ്മുടെ ഉദ്ദേശം എന്താണ്? നമുക്ക് വന്നിട്ടുള്ള ഫിക്സഡ് അസറ്റും വർക്കിംഗ് ക്യാപിറ്റലും കൂടി ടോട്ടൽ ചെയ്താൽ കിട്ടുന്ന എമൗണ്ടും ലോങ് ടേം ലയബിലിറ്റീസും ഈക്വൽ ആയിരിക്കണം എന്നതാണ് നമ്മുടെ കൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് 10,95,000 ഒരു സൈഡിന്റെ ടോട്ടൽ നമുക്ക് വേണമെങ്കിൽ പറയാം. അതേപോലെ അടുത്ത ലോങ് ടേം ലയബിലിറ്റീസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടണം? ഈ എമൗണ്ട് കിട്ടണം. നോക്കാം. അപ്പൊ നമ്മുടെ ക്യാപിറ്റൽ 5 lakh ആണ്. നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്തു. പിന്നെ ഈ ക്വസ്റ്റ്യനിൽ എന്ത് മാത്രമേ തന്നിട്ടുള്ളൂ? ലോങ് ടേം ലോൺസ് മാത്രമാണ് ലോങ് ടേം ലയബിലിറ്റി ആയിട്ട് വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ആ വന്ന എമൗണ്ട് നമ്മൾ എഴുതി. അപ്പൊ 2,60,000 കിട്ടി. അപ്പൊ നമുക്ക് ഇത് ആഡ് ചെയ്താൽ 10,95,000 തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ അത് കറക്റ്റ് ആണ്, രണ്ട് സൈഡും 10,95,000. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മുടെ വെർട്ടിക്കൽ ഫോർമാറ്റ് പ്രകാരം ഫിക്സഡ് അസറ്റ് പ്ലസ് വർക്കിംഗ് ക്യാപിറ്റൽ ഈക്വൽ ടു എന്താണ്? ഈക്വൽ ടു ലോങ് ടേം ലയബിലിറ്റി. അതായത് ഫിക്സഡ് അസറ്റും വർക്കിംഗ് ക്യാപിറ്റലും കൂടി കൂട്ടിയാൽ എന്തിന് തുല്യമാവണം? ലോങ് ടേം ലയബിലിറ്റിക്ക് തുല്യമാവണം. അപ്പൊ ഒരു കമ്പനിയുടെ ലോങ് ടേം ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് ഏതിന് ഈക്വൽ ആയിരിക്കണം എന്നാ പറയുന്നത്? ആ കമ്പനിയുടെ ഫിക്സഡ് അസറ്റും അതേപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റലും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്ന എമൗണ്ട് ആയിരിക്കണം നമ്മുടെ എന്ത് വരേണ്ടത്? ലോങ് ടേം ലയബിലിറ്റി ആയിട്ട് കാണിക്കേണ്ടത്. സോ ഇതാണ് നമ്മുടെ ഫോർമാറ്റ്. അപ്പൊ ചെറിയൊരു വ്യത്യാസമുണ്ട്, പക്ഷെ നമുക്ക് ആദ്യത്തെ മെത്തേഡ് അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ എളുപ്പമാണ്. എക്സാമിന് വെർട്ടിക്കൽ ഫോർമാറ്റിന് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ മെത്തേഡിൽ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ സാധാരണ മെത്തേഡിൽ ചെയ്താൽ മതി. അതാണ് കുറച്ചുകൂടി എളുപ്പം. ഓക്കെ.